പ്രിയങ്കരനായ ശ്രീ രാധാകൃഷ്ണൻ അവർകളെ, അധ്യക്ഷൻ അബൂബക്കർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് ക്ഷണം കിട്ടിയിട്ട് ഏതാണ്ട് ഒരു 1.5 മാസമായി. ഇങ്ങനെയുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചിടുകയായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പൊന്നാനിക്കാരുടെ ഏറ്റവും പ്രിയങ്കരനായ പ്രൊഫസർ AV മൊയ്തീൻകുട്ടി സാറിനെ കുറിച്ചുള്ള ഒരു അനുസ്മരണ പ്രഭാഷണമാണ് മുഖ്യമായി ഞാൻ നടത്തേണ്ടത് എന്നതിൻ്റെ ഭാരവാഹികൾ, സംഘാടകർ എന്നെ വളരെ മുൻകൂട്ടി തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഞാനിവിടെ വന്ന ആ സമയം മുതൽ എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചിട്ട ആ വാക്കുകളൊക്കെ യഥാർത്ഥത്തിൽ സത്യമായും ഞാൻ മറന്നു പോയിരിക്കുകയാണ്. കാരണം ഇന്ന് കാലത്ത് മുതൽ എന്നെ ടെലിഫോണിൽ വിളിച്ച എൻ്റെ പഴയ ശിഷ്യന്മാർ, സുഹൃത്തുക്കൾ, ഇവിടെ വന്നപ്പോൾ എന്നെ വന്ന് കണ്ട എൻ്റെ കുട്ടികൾ, അവരെന്നോട് കാണിച്ച ആ സ്നേഹ വാത്സല്യങ്ങൾ, ഇതൊക്കെ കണ്ടപ്പോൾ ഈ മനസ്സ് നിറഞ്ഞ് പോയപ്പോൾ ആ മനസ്സിന് അകത്ത് ആദ്യം ഉണ്ടായിരുന്ന വാക്കുകളൊക്കെ അതൊക്കെ എങ്ങോട്ടോ പോയി മറഞ്ഞു കഴിഞ്ഞു എന്നുള്ളൊരു തോന്നലാണ്. ആ തോന്നലിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം അത്രമാത്രം സ്നേഹം, വാത്സല്യം, ആദരവ്, ഇതൊക്കെയാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയത്. ഇംഗ്ലീഷിൽ ഒരു ആപ്തവാക്യമുണ്ട്: ഹി ഹു നോസ് നോട്ട് ആൻഡ് നോസ് നോട്ട് ദാറ്റ് ഹി നോസ് നോട്ട് ഈസ് എ ഫൂൾ, ഷൻ ഹിം. ഹി ഹു നോസ് നോട്ട് ആൻഡ് നോസ് ദാറ്റ് ഹി നോസ് നോട്ട് ഈസ് സിമ്പിൾ, റൗസ് ഹിം. He who knows but knows not that he knows is asleep, awake him. He who knows and knows that he knows is wise, follow him. ഞാൻ ഈ ആപ്തവാക്യം ഇവിടെ നിങ്ങളുടെ മുന്നിൽ പറയാൻ ഒരു കാരണമുണ്ട്. ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പൊന്നാനിയിലെ അറിവിൻ്റെ ശ്രീകോവിലായി കഴിഞ്ഞ 42-43 വർഷങ്ങളായി പരിലസിക്കുന്ന ഒരു വൈജ്ഞാനിക സ്ഥാപനത്തിൽ നിന്ന്, വൈജ്ഞാനിക കേന്ദ്രത്തിൽ നിന്ന് പുറത്തു വന്ന അതിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ സന്തതികളാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ഇന്നിവിടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകനായി ക്ഷണിച്ചിരിക്കുന്നത് അത് നടത്തേണ്ട ഒരു വ്യക്തിയെ കണ്ടെത്തി, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കൊണ്ടാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തിക്കുന്നത് എന്ന് വാസ്തവത്തിൽ എനിക്കതിൽ വളരെയേറെ സന്തോഷം തോന്നുകയുണ്ടായി. സി രാധാകൃഷ്ണൻ എന്ന നോവലിസ്റ്റിനെ അറിയാത്തവർ ആരുമില്ല. കാരണം കഴിഞ്ഞ ഒരുപാട് കൊല്ലങ്ങളായി അദ്ദേഹം ഒരുപാട് നോവലുകൾ, ഒരുപാട് കഥകൾ ഒക്കെ എഴുതിയിട്ടുണ്ട്. സാഹിത്യ ലോകത്തിന് വളരെ മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നോവലുകൾ മിക്കവാറും എല്ലതും ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടോ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയ മാതൃഭൂമി വാരാന്ത പതിപ്പിൽ ആയിരുന്നു അത്. ഒറ്റയടിപ്പാതകൾ. എനിക്കത് ഒരിക്കലും മറക്കാൻ സാധിക്കുന്നില്ല.
നമ്മുടെ പൊന്നാനിയെക്കുറിച്ച് ഞാനൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. പൊന്നാനിക്കാരല്ലാത്ത ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ പൊന്നാനിയുടെ മണ്ണ് അത് എത്രമാത്രം വളക്കൂറുള്ള മണ്ണാണ് എന്ന് നമുക്കൊക്കെ അറിയാം. കാരണം ഭാഷയുടെ പിതാവ്, എഴുത്തച്ഛന് ജന്മം നൽകിയ മണ്ണ് പൊന്നാനിയുടെ മണ്ണാണ്. ഇന്നത്തെ പൊന്നാനിയുടെ ഭൂമിശാസ്ത്രം ഇന്നത്തെ കുട്ടികൾക്ക്, ഇന്നത്തെ തലമുറകൾക്ക് ഒരു പക്ഷെ പറയും അത് ഭാരതപ്പുഴയുടെ അക്കരയല്ലേ എന്ന്. പക്ഷേ പഴയ ഒരു പൊന്നാനി ഉണ്ടായിരുന്നു. ആ പൊന്നാനിയുടെ ഇരു കരകളിലുമായിട്ട് ജീവിച്ചു മരിച്ച ഒരുപാട് ആളുകൾ. അതിൽ ഭാഷയുടെ പിതാവുണ്ടായിരുന്നു. ആദ്യത്തെ കേരളത്തിൻ്റെ ചരിത്രം എഴുതിയ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അത് ആ പുഴയുടെ നിളാനദിയുടെ ഇക്കരയിലായിരുന്നു, ഞങ്ങളൊക്കെ താമസിക്കുന്ന കരയിൽ. അത് കഴിഞ്ഞ് വള്ളത്തോളുണ്ടായിരുന്നു, ഉറൂബ് ഉണ്ടായിരുന്നു, MT വാസുദേവൻ നായരുണ്ട്, അക്കിത്തമുണ്ട്. നാലപ്പാട്ട് കുടുംബത്തിൽ നിന്ന് വന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആ പൊന്നാനിയിൽ നിന്ന്, ആ പൊന്നാനിയുടെ മറുകരയിൽ നമ്മളൊക്കെ എത്രയോ കാലങ്ങളായിട്ട്, നമ്മളൊക്കെ ചെറുപ്പം മുതൽ, എൻ്റെയൊക്കെ ചെറുപ്പം മുതൽ ഞാൻ ആഗ്രഹിച്ച വരണം എന്ന് ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ച ആ ചമ്രവട്ടം പാലത്തിൻ്റെ കാവലാളനായിട്ട് അവിടെ താമസിക്കുന്ന, കേരളത്തിലെ സാഹിത്യ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീനിയസ്. സാഹിത്യം എല്ലാ സാഹിത്യകാരന്മാർക്കും ബുദ്ധിജീവികളാവാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷെ നിങ്ങളിവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് സാഹിത്യകാരൻ എന്നതിലുപരി ബുദ്ധിജീവിയായ ഒരാളെയാണ്. തീർച്ചയായും ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളൊക്കെ നമുക്കൊന്നും ഇനിയിപ്പോൾ വലിയ പാണ്ഡിത്യമൊക്കെ നേടിക്കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് തീർച്ചയായും, കാരണം അദ്ദേഹം കഴിഞ്ഞ കൊല്ലം പൊന്നാനി MES കോളേജിൽ പ്രൊഫസർ ബേബി എൻ്റെ ശിഷ്യനാണ്. അദ്ദേഹം പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് വിരമിക്കുമ്പോൾ ഞങ്ങൾ അന്ന് മുഖ്യാതിഥിയായിട്ട് കൊണ്ടുവന്നത് ശ്രീ C. രാധാകൃഷ്ണൻ അവർകളെയായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രം ആ വേദിയിൽ നിന്ന് ഇറങ്ങി താഴോട്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചതിൽ ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ അനുമോദിക്കുകയാണ്. ഇവിടെ ഇന്ന് പ്രൊഫസർ AV മൊയ്തീൻകുട്ടി സാറിനെ കുറിച്ചുള്ള ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. AV മൊയ്തീൻകുട്ടി മാഷ് പൊന്നാനി MES കോളേജിൽ പ്രവർത്തിച്ച ആ കാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്. 1975 അദ്ദേഹം കോളേജിൽ പ്രിൻസിപ്പലായിട്ട് ചാർജ് എടുക്കുന്നത്. ആദ്യമായിട്ട് പൊന്നാനി MES കോളേജിലേക്ക് അദ്ദേഹം വരുന്നത് 75. 17 വർഷക്കാലം അദ്ദേഹം കോളേജിൽ പ്രിൻസിപ്പലായിരുന്നു. 1909 ഒരു വിഷു ദിവസം ഏപ്രിൽ 14 മരിക്കുമ്പോൾ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ നേടാൻ സാധിക്കുന്നതൊക്കെ നേടിയിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് പിരിഞ്ഞു പോയത്. എനിക്കന്ന് തോന്നിയത്, അദ്ദേഹം അധ്യാപക വൃത്തിയിലുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ, പ്രിൻസിപ്പൽ ആയിട്ടും അല്ലാതെയും അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായ സമയത്തല്ലാതെ അദ്ദേഹം ലീവ് എടുത്തിട്ടില്ല എന്നുള്ളതായിരുന്നു ഞാൻ അദ്ദേഹത്തിൽ കണ്ട ഏറ്റവും വലിയ ഒരു ഗുണം. അദ്ദേഹം രോഗബാധിതനാവുന്ന സമയത്ത് അൻസാർ കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. ആ പ്രിൻസിപ്പലായിരിക്കുന്ന സമയത്ത് പ്രിൻസിപ്പലുടെ മുറിയിൽ നിന്നാണ് അദ്ദേഹത്തെ പെട്ടെന്നൊരു അസ്വസ്ഥത തോന്നി, ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞ് അൻസാർ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ അവർ പറഞ്ഞു കാറിൽ പോകാമെന്ന് പറഞ്ഞു വേണ്ട, ഞാൻ നടന്നു പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നതും കോളേജിലേക്ക് തന്നെയാണ്. എന്നിട്ടാണ് ഡോക്ടർ പറഞ്ഞു നമുക്ക് വേറെ ഏതെങ്കിലും ആശുപത്രിയിൽ പോകാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോയത്. അദ്ദേഹം ആശുപത്രിയിലായിരുന്ന ആ സമയത്ത് ഞാനന്ന് എൻ്റെ കുട്ടികളൊക്കെ ആയിട്ടൊന്ന് ഡൽഹിയിൽ പോയ ഒരു സമയമായിരുന്നു.
എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് അദ്ദേഹം എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞത്, അന്ന് MESന്റെ സംസ്ഥാന ജനറൽ ബോഡി നടക്കുന്നുണ്ട്, ആ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സാധ്യമല്ല, അതുകൊണ്ട് എൻ്റെ ലീവ് ഒന്ന് അവിടെ നിങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഇങ്ങനെ ഡൽഹിയിലാണ് എന്ന് പറഞ്ഞു. എന്നാലും വേണ്ടില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കുക. കാരണം MESനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രതിബദ്ധതയായിരുന്നു അത്. ഞാൻ അന്ന് അത് വിളിച്ചു പറഞ്ഞത് ഡോക്ടർ ഫസൽ ഗഫൂറിനോടായിരുന്നു. കാരണം ഇത് അദ്ദേഹം പ്രത്യേകം പറയണമെന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏപ്രിൽ 14 അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ അനുശോചന യോഗത്തിൽ തന്നെ എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം, തൻ്റെ ആ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകൾ വളരെ വലിയ ഒരു ജനക്കൂട്ടമായിരുന്നു അന്ന് അവിടെ കൂടിയത്. അവരാരും തന്നെ അവരുടെ ഒരു ലീവ് നഷ്ടപ്പെടുത്താതെ ആയിരിക്കണം അവിടെ എത്തേണ്ടത്. കാരണം അന്ന് പൊതു ഒഴിവ് ദിവസമായിരുന്നു, വിഷു ദിവസമായിരുന്നു. ആ വിഷു ദിവസമായിട്ടും ഒരുപാട് ആളുകൾ അവിടെ വരികയുണ്ടായി. മൊയ്തീൻകുട്ടി സാറിനെ കുറിച്ച് ഇങ്ങനെ ഓർക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അദ്ദേഹത്തെ കാണുന്നത് ഒരു വ്യക്തി, മൊയ്തീൻകുട്ടി സാർ എന്ന വ്യക്തി, മൊയ്തീൻകുട്ടി സാർ എന്ന അധ്യാപകൻ, മൊയ്തീൻകുട്ടി സാർ എന്ന സാമൂഹ്യ പ്രവർത്തകൻ, മൊയ്തീൻകുട്ടി സാർ എന്ന ഭരണാധികാരി, അങ്ങനെ പല തരത്തിൽ അദ്ദേഹത്തെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. 1957 ഞാൻ അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, 8ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് പൊന്നാനി MII സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഏതാനും മാസം അധ്യാപകനായിട്ട് അവിടെ വരികയുണ്ടായി. ഏതാനും മാസം കഴിഞ്ഞ് അദ്ദേഹം PGക്ക് വേണ്ടി ഫറൂഖ് കോളേജിലേക്ക് തന്നെ പോയി. PG എടുത്തതിന് ശേഷം വീണ്ടും അദ്ദേഹം, ഞാൻ SSLC ക്ലാസ്സിലെത്തുമ്പോഴേക്ക് അദ്ദേഹം PG എടുത്ത് വീണ്ടും അതേ സ്കൂളിൽ അധ്യാപകനായിട്ട് വന്നു. പിന്നെ അദ്ദേഹം PG എടുത്ത് അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്നത്, കാരണം ഞങ്ങളൊക്കെ അന്ന് പൊന്നാനിയിൽ ഒരു SDA എന്ന് പറയുന്ന സ്റ്റുഡൻസ് ഡിബേറ്റിംഗ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും അവിടെ പോകുമായിരുന്നു. കാരണം ഈ ലൈബ്രറിയിൽ നിന്ന്, നല്ലൊരു ലൈബ്രറി ആയിരുന്നു അത്, SDA ലൈബ്രറി. പുസ്തകം എടുത്ത് വായിക്കാൻ വേണ്ടി അവിടെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ പ്രസംഗ പരിശീലന ക്ലാസ്സുകൾ നടക്കും. അവിടുത്തെ എപ്പോഴും മുഖ്യ പ്രഭാഷകൻ മൊയ്തീൻകുട്ടി സാറായിരുന്നു. അന്ന് മുതലുള്ള പരിചയമാണ്. പിന്നീട് അദ്ദേഹം തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായി. അത് ഞാൻ ഇവിടെ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം, 1964 ഞാൻ പ്രീ യൂണിവേഴ്സിറ്റി പരീക്ഷ കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ അനുജനും ഞങ്ങൾ ഒന്നിച്ച് ഒരേ ബാച്ചിലായിരുന്നു പ്രീ യൂണിവേഴ്സിറ്റിക്ക്. ഞാൻ SSLC ഒക്കെ ഒന്ന് തോറ്റ് കുറച്ച് സമയമൊക്കെ വേസ്റ്റാക്കി അതിനുശേഷം വീണ്ടും സ്കൂളിൽ ചേർന്ന് പഠിച്ചു. അങ്ങനെ അനുജൻ്റെ ക്ലാസ്സിലായി. അനുജന് എഞ്ചിനീയറിങ്ങിന് സെലക്ഷൻ കിട്ടി. അത് കിട്ടിയത് കൊല്ലത്തായിരുന്നു, എഞ്ചിനീയറിംഗ് കോളേജിൽ, TKM എഞ്ചിനീയറിംഗ് കോളേജിൽ. അവിടെ ചെന്നപ്പോൾ ആദ്യം കാണുന്നത് മൊയ്തീൻകുട്ടി സാറിനെയാണ്. മൊയ്തീൻകുട്ടി സാറിൻ്റെ സ്റ്റുഡൻ്റാണ് അബൂബക്കർ, എൻ്റെ അനുജൻ അബൂബക്കർ. അപ്പോൾ പറഞ്ഞു, അബൂബക്കറിന് കുറച്ചും കൂടി അടുത്തുള്ളൊരു കോളേജ് ശ്രമിച്ചുകൂടെ, അപ്പോൾ അത് കിട്ടുമോ ഇല്ലയെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങളൊക്കെ ഈ മൂപ്പർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, നിങ്ങളൊക്കെ വലിയ കോൺഗ്രസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആളല്ലേ, മൊയ്തു മൗലവിയുടെ പേരക്കുട്ടിയല്ലേ, KG കരുണാകര മേനോനാണ് നമ്മുടെ MLA. അപ്പോൾ അദ്ദേഹം വിചാരിച്ചാൽ ഇന്ന് കേരളത്തിൽ നടക്കാത്തതൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പാലക്കാട് NSS കോളേജിലേക്ക് അദ്ദേഹത്തിന് അഡ്മിഷൻ, കാരണം എൻ്റെ അനുജൻ്റെ പഠിപ്പ് തന്നെ ചിലപ്പോൾ മുടങ്ങിപ്പോകും എന്നുള്ളൊരു ഘട്ടമായിരുന്നു അത് അന്ന്. കാരണം കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ വിദൂരമായിട്ടുള്ളൊരു പ്രദേശമാണ് അന്ന്. പ്രത്യേകിച്ച് തിരുവിതാംകൂറുകാരെ, ഇപ്പോൾ ഇവിടെ തിരുവിതാംകൂറുകാരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞങ്ങൾ മലബാറുകാരൊക്കെ അന്ന് തിരുവിതാംകൂറുകാരെ കുറിച്ച് കുറച്ച് മോശമായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ഈ തിരുവിതാംകൂറിലേക്ക് മകനെ പറഞ്ഞേക്കാൻ ഉമ്മ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഏതായാലും മൊയ്തീൻകുട്ടി സാറിൻ്റെ നിർബന്ധം കൊണ്ടാണ് അവൻ പാലക്കാട് വന്നത്. ആ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് അദ്ദേഹം MES ആദ്യമായിട്ട് കോളേജ് തുടങ്ങിയപ്പോൾ മണ്ണാർക്കാട് കല്ലടി കോളേജിലേക്ക് അധ്യാപകനായിട്ട് വന്നു. അധ്യാപകനായിട്ടല്ല, ആദ്യം തന്നെ വൈസ് പ്രിൻസിപ്പലായിട്ടാണ് വരുന്നത്. അവിടെ നിന്നാണ് പൊന്നാനി കോളേജിലേക്ക് അദ്ദേഹം വരുന്നത്. 17 കൊല്ലം അദ്ദേഹം അവിടെ പ്രിൻസിപ്പലായിരുന്നു. മൊയ്തീൻകുട്ടി സാറിനെ വിലയിരുത്തുമ്പോൾ ഒരു പ്രിൻസിപ്പൽ എന്നുള്ള നിലക്ക് നമ്മളൊരാളെക്കുറിച്ച് എന്ത് പറയുമ്പോഴും വാക്കുകൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. മൊയ്തീൻകുട്ടി സാറ് പൊന്നാനി MES കോളേജിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. പക്ഷേ പൊന്നാനി കോളേജിനെ
വളരെ വലിയ നല്ലൊരു സ്ഥാപനമായിട്ട് കെട്ടിപ്പടുക്കുന്നതിന് പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ വിനിയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. അത് ഇവിടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതാണ് ഇവിടെ അബ്ദുറഹ്മാൻ സൂചിപ്പിച്ചത്. കാരണം അതിനൊരു കാരണം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, അന്നത്തെ ഒരു പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരുപാട് പ്രവർത്തനത്തിൽ പരിമിതികളുണ്ടാവും, പ്രവർത്തിക്കാനുള്ള പരിമിതികൾ. കാരണം ഒരു പ്രൈവറ്റ് കോളേജാണ്, എയ്ഡഡ് കോളേജാണ്. ആ കോളേജ് നടത്തുന്നത് അതിൻ്റെ ഒരു മാനേജിങ് കമ്മിറ്റി ഉണ്ട്. ആ മാനേജിങ് കമ്മിറ്റിയെ മറികടന്നുകൊണ്ട് പലപ്പോഴും ഒരു പ്രിൻസിപ്പൽക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ പൊന്നാനിയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊക്കെ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ആ സാമ്പത്തിക പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതുമാത്രമേ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഒരുപാട് കോഴ്സുകൾ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചു. പക്ഷേ അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം ഒരു 5-8 കൊല്ലം കഴിഞ്ഞ്, പിന്നീട് 93 അദ്ദേഹം റിട്ടയർ ചെയ്തു. 2000 ഞാൻ റിട്ടയർ ചെയ്തത്. ഞാൻ മാർച്ച് 31 റിട്ടയർ ചെയ്ത് ഏപ്രിൽ 1 മുതൽ കോളേജിൻ്റെ സെക്രട്ടറിയായി. ഞങ്ങൾ അന്ന് ഒരു പുതിയ ഒരു ടീമായിട്ടാണ് കോളേജിൽ ആ പുതിയ ഭരണസമിതി വന്നപ്പോൾ ഞങ്ങൾ നോക്കിയത് നമുക്ക് എന്തൊക്കെ ഇതിനു വേണ്ടി ചെയ്യാൻ സാധിക്കും. കാരണം ഒരു വളരെ പരിതാപകരമായ ഒരു സ്ഥിതിയായിരുന്നു കോളേജിനുണ്ടായിരുന്നു. കോളേജിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10-30 ഏക്കർ സ്ഥലം, വളരെ വിശാലമായിട്ടുള്ള സ്ഥലം. ആ വിശാലമായ സ്ഥലത്ത് ഈ 30 ഏക്കർ സ്ഥലം, അതിൻ്റെ എല്ലാ ഭാഗത്തുകൂടിയും ആളുകൾ നടന്നു പോകുന്ന, കോളേജിനകത്തുകൂടി പോലും ആളുകൾ നടന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം. അതിന് ഒരു കോമ്പൗണ്ട് വാൾ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആദ്യം ചിന്തിച്ചത് കോളേജിന് ഒരു കോമ്പൗണ്ട് വാള്, അതിനൊരു പേര് കൊടുത്തു. ഞാൻ തന്നെ ആ പേര് കൊടുത്തു. ഒരു അരഞ്ഞാച്ചരട് എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ആ വാക്ക്. ഒരു അരഞ്ഞാച്ചരട് കെട്ടിക്കൊടുക്കണം. ആദ്യം ഞങ്ങൾ ചെയ്തത്, ഇന്ന് കോളേജിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന അബുദാബിയിലെ പ്രശസ്തമായ KM ട്രേഡിംഗ് കമ്പനിയുടെ അധിപനായ മുഹമ്മദ് സാഹിബിനെ പോയി കാണുകയായിരുന്നു. ഞാനും അമീറും. അവിടെയാണ് അമീറിൻ്റെ കടന്നുവരവ്. അപ്പോൾ മൊയ്തീൻകുട്ടി സാർ അന്ന് പറയുണ്ടായി, എനിക്ക് ആവശ്യമായിരുന്നത് ആ ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നേക്കാൾ മൂത്തവരായിട്ടുള്ള ആളുകളാവാൻ പാടില്ലായിരുന്നു എന്ന് എനിക്കിപ്പോഴാണ് തോന്നുന്നത്. എൻ്റെ കുട്ടികളായിരിക്കണം. കാരണം അവരാണ് കൂടുതൽ ഇമാജിനേറ്റീവ് ആയിട്ടുള്ളത്. കാരണം അവർക്ക് കൂടുതൽ ആശയങ്ങളുണ്ട്, അവർക്ക് കൂടുതൽ ഭാവനകളുണ്ട്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായും ഒരു പുതിയ MES കോളേജിനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് തന്നെ ആയിരുന്നു ഞങ്ങളുടെ നേതാവ്. അങ്ങനെയാണ് ഞങ്ങൾ ആ കോളേജിൻ്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയതും ഇന്ന് കാണുന്ന സ്ഥിതിയിൽ കോളേജിനെ എത്തിക്കാൻ സാധിച്ചതും. ഇവിടെ പറയുണ്ടായി, 80-ന് മുമ്പ് അല്ലെങ്കിൽ ഒരു 2000-ന് മുമ്പൊക്കെ പൊന്നാനി MES കോളേജിൽ പഠിച്ചിരുന്ന ആ കുട്ടികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ ഇങ്ങനെ ശംസുദ്ദീൻ സാറിനോട് ചോദിക്കുകയായിരുന്ന ഒരു കാര്യം. പാറപ്പുറത്തിൻ്റെ ഒരു നോവൽ പണ്ട് സിനിമയായി, എനിക്കതിൻ്റെ പേര് തീരെ ഓർമ്മ വരുന്നില്ല. അത് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അവിടെ പിന്നെ ഷീല, സത്യൻ, അവരാണ് അതിൻ്റെ മുഖ്യ നടീനടന്മാർ. കുട്ടി, പിന്നെ അവരുടെ ഒരു മകള്, ആ ഭാര്യാഭർത്തൃബന്ധം ഒഴിഞ്ഞു. ആ മകളുടെ കല്യാണം കഴിക്കുന്ന സമയത്ത് അച്ഛനായ സത്യൻ വരുമ്പോൾ അമ്മ പറയാണ്, നമ്മുടെ മോള് വളരെ വലുതായിപ്പോയി. നമ്മുടെ മോള്, കാരണം ഈ മകളെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അച്ഛൻ കാണുന്നത്. ആ അച്ഛനോട് അമ്മ പറയാണ്, നമ്മുടെ മകള് വളരെ വലുതായിപ്പോയി എന്ന്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കോളേജിൽ നിന്ന് വളരെയേറെ മാറിപ്പോയിരിക്കുകയാണ്, വളരെ മാറിപ്പോയിരിക്കുകയാണ്. അത് മനോഹരിയായിട്ടുണ്ട്, സുന്ദരിയായിട്ടുണ്ട്. അതിൻ്റെ 4 ഭാഗം മതിലുകളുണ്ട്, അതിന് ചുറ്റും ഒരുപാട് ചെടികൾ, ആകെ ഒരു പച്ചപ്പ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനൊക്കെ ഞങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണ തന്നത് മൊയ്തീൻകുട്ടി സാറായി. എനിക്കിവിടെ പ്രത്യേകമായിട്ട് ഇപ്പോൾ ഇന്ന് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ വളരെ വലിയ ഒരു കാര്യം. ഞാൻ പൊന്നാനിയുടെ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. പല കാര്യങ്ങളിലും, പ്രത്യേകിച്ച് സാംസ്കാരിക രംഗത്ത് പൊന്നാനി നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ചൊന്നും ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ല. സാഹിത്യരംഗത്ത് പൊന്നാനി നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ പൊന്നാനിയിൽ ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് MT വാസുദേവൻ നായരുടെ അദ്ദേഹം
പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വായിക്കുകയുണ്ടായി. ഇന്ന് കേരളത്തെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇന്ന് നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, മൊയ്തീൻകുട്ടി സാറ് പ്രിൻസിപ്പലായി ചാർജ് എടുത്ത ആ കാലഘട്ടത്തിൽ കോളേജ് കമ്മിറ്റിക്കും പ്രിൻസിപ്പൽക്കും ഒക്കെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പരിമിതി അത് സാമ്പത്തിക പരാധീനതയായിരുന്നു. ഇവിടെ MT വാസുദേവൻ നായർ ഒരു 10 ദിവസം മുമ്പാണ് അദ്ദേഹം പറഞ്ഞത്, ഇന്ന് കേരള സമൂഹത്തെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, ഏറ്റവും വലിയ ക്രൈസിസ് അത് സമ്പത്തിൻ്റെ ആധിക്യമാണ് എന്ന് പറയണ്ടായി. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സമ്പത്തിൻ്റെ ആധിക്യം ഇന്ന് നമ്മുടെ നാട്ടിൽ മുഴുവൻ ഇപ്പോൾ കാണാൻ സാധിക്കുന്ന അതാണ്. ഒരാൾ പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ 500 രൂപ കിട്ടും, അല്ലെങ്കിൽ 600 രൂപ കിട്ടും, 700 രൂപ കിട്ടും. ആ 500 രൂപയിൽ അല്ലെങ്കിൽ 600 രൂപയിൽ 3/4 ഭാഗവും അവൻ ചെന്ന് മദ്യശാലയിലാണ് കൊണ്ടു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാകുന്ന ആ പ്രതിസന്ധികൾ, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. പക്ഷേ ഇതിന് ഒരു മറുവശമുണ്ട്. പൊന്നാനി MES കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, പൊന്നാനിയെക്കുറിച്ച് മിക്കവാറും ആളുകൾക്കൊക്കെ അറിയാം, ഒരു പ്രത്യേക ഭൂമിശാസ്ത്രമാണ്. MES കോളേജുകൾ സ്ഥാപിക്കുന്ന ആ സമയത്ത് ഒരു പക്ഷേ മറ്റാരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. MES കോളേജ് സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലങ്ങൾക്കൊക്കെ ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഒന്ന് മണ്ണാർക്കാടാണ്, ഒന്ന് മമ്പാടാണ്. എന്താണ് ഈ സ്ഥലങ്ങളുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ 2 സ്ഥലങ്ങളും ആദിവാസികൾ തിങ്ങി താമസിക്കുന്ന മേഖലകളാണ്. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളാണ്, ദരിദ്ര നാരായണന്മാരുടെ സ്ഥലങ്ങളാണ്. മറ്റ് 2 കോളേജുകൾ സ്ഥിതി ചെയ്യുന്നത് ഒന്ന് പൊന്നാനിയിലാണ്, ഒന്ന് കൊടുങ്ങല്ലൂരിലാണ്. കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിരുന്നു. ഈ മുസ്ലിം വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള ഒരു നവോത്ഥാനത്തിൻ്റെ അതിൻ്റെ തുടക്കം കുറിക്കുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. കേരളത്തിലെ മുസ്ലിം സമൂഹം കണ്ട 2 മഹാരഥന്മാരെ സംഭാവന ചെയ്തത് കൊടുങ്ങല്ലൂരാണ്. ആരൊക്കെയാണ് ഈ 2 മഹാരഥന്മാർ? ഒന്ന് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ നിറഞ്ഞു നിന്ന മലബാർ സിംഹം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാക്ഷാൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുഹമ്മദ് റഹ്മാൻ സാഹിബിനെ കുറിച്ച്, അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. കാരണം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രമൊക്കെ ഒരുപാട് വായിച്ചിട്ടുള്ളവരാണ്. പക്ഷെ അവരിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു മുഹമ്മദ് റഹ്മാൻ സാഹിബ്. ധീരത കൊണ്ട്, സ്ഥൈര്യം കൊണ്ട്, ചങ്കൂറ്റം കൊണ്ട്, അതുകൊണ്ടൊക്കെ അദ്ദേഹത്തെ പറ്റി അനുസ്മരിക്കുമ്പോൾ, ഈ മുസ്ലിങ്ങളുടെ ചരിത്രം പറയുമ്പോൾ, നമ്മൾ മുഹമ്മദ് റഹ്മാൻ സാഹിബിനെ കുറിച്ച് പറയുമ്പോൾ ഓർക്കുകയാണ്, ഞാൻ എന്നും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആരാധകനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചപ്പോൾ എന്നെ ഏറ്റവും അധികം സ്പർശിച്ച ഒരു രംഗമുണ്ട്. 1939 മദിരാശി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം മുഹമ്മദ് റഹ്മാൻ സാഹിബ് ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥികൾ അന്നത്തെ മലബാറിലെ ഏറ്റവും വലിയ മുസ്ലിം പ്രമാണിമാരായ 2 പേരായിരുന്നു. ഒന്ന് ഒരു ചേക്കു, ഒന്ന് സാക്ഷാൽ കല്ലടി ഉണ്ണിക്കമ്മു സാഹിബ്. സമ്പത്ത് കൊണ്ട്, ആൾബലം കൊണ്ട് ഒക്കെ പ്രബലന്മാരായ ആളുകൾ. അങ്ങനെ മുഹമ്മദ് റഹ്മാൻ സാഹിബ് തൻ്റെ ആ തെരഞ്ഞെടുപ്പ് പരിപാടി, ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുത്ത് രാത്രി വളരെ വൈകി കോഴിക്കോട്ടേക്ക് മടങ്ങുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ എതിരാളിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം നടക്കുകയാണ്. ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു സദസ്സ്. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം തൻ്റെ ഡ്രൈവറോട് പറഞ്ഞു, വണ്ടി ഒന്ന് നിർത്ത്. വണ്ടി നിർത്തി അദ്ദേഹം ഇറങ്ങി നിന്നു. കാറിൽ നിന്ന് ഇറങ്ങി നിന്നപ്പോൾ അവിടെ കേൾക്കുന്ന ആ പ്രസംഗത്തിൽ നിന്ന് അദ്ദേഹം കേട്ടത്, മുസ്ലിം സമൂഹത്തിന് ഉന്നമനം വേണമെങ്കിൽ, മുസ്ലിം സമൂഹം, മുസ്ലിം സമുദായം രക്ഷപ്പെടണമെങ്കിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ കഥ കഴിക്കണം, മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ തലയെടുക്കണം, എങ്കിൽ മാത്രമേ മുസ്ലിം സമുദായം രക്ഷപ്പെടുകയുള്ളൂ. ഇതായിരുന്നു അദ്ദേഹം കേട്ട വാചകങ്ങൾ. അദ്ദേഹം ഡ്രൈവറോട് പറഞ്ഞു, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞു. നേരെ ആ സ്റ്റേജിലേക്ക് കയറി വന്നു.
അന്ന് മൈക്കുണ്ടായിരുന്നോ എന്ന് എനിക്ക് പറയാൻ വയ്യ. ഞാൻ വായിച്ച ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ചുള്ള പരാമർശമില്ല. അത് മൈക്കായിരുന്നാലും ഒരു മെഗഫോൺ ആയിരുന്നാലും എന്തായിരുന്നാലും അന്ന് പ്രസംഗിക്കുന്നത് കേരളത്തിലെ അന്ന് മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനും ഏറ്റവും വലിയ വാഗ്മിയുമായിട്ട് അറിയപ്പെട്ടിരുന്ന പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാർ എന്ന ആളായിരുന്നു ഈ പ്രസംഗിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ മെഗഫോൺ വാങ്ങി. എന്നിട്ട് ആ സദസ്സിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പരാമർശിക്കപ്പെട്ടല്ലോ ഒരു മുഹമ്മദ് അബ്ദുറഹിമാൻ്റെ പേര്. ആ മുഹമ്മദ് അബ്ദുറഹിമാൻ്റെ തലയെടുത്താൽ മാത്രമേ ഈ സമുദായം രക്ഷപ്പെടുകയുള്ളൂ എന്നാണ് ഇവിടെ ഞാൻ കേട്ടത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ മുഹമ്മദ് അബ്ദുറഹിമാൻ ഞാനാണ്. ഇവിടെ എനിക്ക് തുണയായിട്ട് എൻ്റെ ദൈവം, എൻ്റെ അള്ളാഹു മാത്രമേ ഉള്ളൂ. നിങ്ങളിവിടെ നൂറുകണക്കിന് ആളുകളുണ്ട്. എൻ്റെ തലയെടുത്താൽ ഈ സമുദായം രക്ഷപ്പെടുമെങ്കിൽ നിങ്ങൾക്കതിപ്പോൾ നിർവഹിക്കാം. ഈ നിമിഷം നിങ്ങൾക്കത് നിർവഹിക്കാം. ഞാനിതാ നിങ്ങളുടെ മുന്നിൽ അതിന് തയ്യാറായി നിന്ന് തരുന്നു. ആ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ സംഭാവന ചെയ്ത കൊടുങ്ങല്ലൂർ. അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷെ മുസ്ലിം സമുദായം രക്ഷപ്പെട്ടിരുന്നില്ല. മുസ്ലിം സമുദായം ഭൗതിക വിദ്യാഭ്യാസം അവന് അന്യമായിരുന്നു. അവൻ അക്ഷരം പഠിച്ചാൽ, അവൻ സ്കൂളിൽ പോയാൽ മതത്തിൽ നിന്ന് പുറത്താക്കുന്ന, നരകത്തിലേക്ക് ചീട്ടെഴുതി കൊടുക്കുന്ന ഒരു പണ്ഡിത വർഗമായിരുന്നു അന്ന് ആ കാലത്ത് ഈ സമുദായത്തെ നയിച്ചിരുന്നത്. അങ്ങനെയുള്ളൊരു വേളയിലാണ് വേറൊരാൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് കോഴിക്കോട് വന്ന്, നമ്മുടെ വാസ്കോഡി ഗാമയൊക്കെ പണ്ട് വന്ന് കപ്പലിറങ്ങി എന്ന് പറയുന്നത് പോലെ കോഴിക്കോട് വന്ന് വണ്ടി ഇറങ്ങുന്നത് ഒരു ഡോക്ടറായിട്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അധ്യാപക ഡോക്ടറായിട്ട്, ഡോക്ടർ PK അബ്ദുൽ ഗഫൂർ. അദ്ദേഹം ഈ സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തുള്ള ദുസ്ഥിതി കണ്ട് കരളലിഞ്ഞ് തൻ്റെ ഏതാനും സുഹൃത്തുക്കളുമായിട്ട് ചർച്ച ചെയ്തു. ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണും. അവർ ചർച്ച ചെയ്തപ്പോൾ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സാമ്പത്തിക പ്രശ്നമായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. പഠിക്കാൻ തയ്യാറായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളുണ്ട്. പക്ഷെ വിദൂരസ്ഥങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അവരെ പഠിത്തത്തിന് വേണ്ടിയിട്ട് അയക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത രക്ഷിതാക്കൾ. അവരെ സഹായിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കാരണം ഇന്നിവിടെ നടക്കുന്ന ഈ പരിപാടിയുടെ പ്രസക്തിയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. അവരെ സഹായിക്കാൻ ഏത് തരത്തിൽ നമുക്ക് സഹായിക്കാൻ സാധിക്കും? ആ രൂപത്തിൽ ഏത് തരത്തിൽ നമുക്ക് ഈ സമുദായത്തെ കരകയറ്റാനാകും? ഇതായിരുന്നു അവർ ചർച്ച ചെയ്തത്. അങ്ങനെയാണ് നമുക്കൊരു സംഘടന രൂപീകരിക്കണം. ആ സംഘടനയുടെ ലക്ഷ്യം അതിലൊരിക്കലും തന്നെ കോളേജ് സ്ഥാപിക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക, ഇതൊരിക്കലും തന്നെ ആ ലക്ഷ്യത്തിൽ അന്ന് കടന്നു വന്നിരുന്നില്ല. അന്ന് കടന്നു വന്നത് ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു സ്കോളർഷിപ്പ് പദ്ധതി ആവിഷ്കരിക്കണം. ആ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് ലോണായിട്ട്, കടമായിട്ടാണ് കൊടുക്കേണ്ടത്. അവർക്ക് പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ലോൺ അവർ തിരിച്ചടക്കാൻ തയ്യാറാവണം. അങ്ങനെ ആ ലോണ് കൊടുത്തും കൊണ്ട് ആരംഭിച്ച ഒരു സൊസൈറ്റി ആയിരുന്നു അന്നത്തെ MES. അത് വലിയൊരു വിജയമായി മാറി. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഒരു സംഘടനയായിട്ട് അതിന് മാറാൻ സാധിച്ചു. പിന്നീടാണ് ഈ കോളേജുകളുടെ സ്ഥാപനത്തിലേക്ക് MES കടന്നു വരുന്നത്. ആ സ്ഥിതി ഇന്നും മാറി എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം പൊന്നാനി ഒക്കെ കോളേജ് ഒരുപാട് മാറിക്കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പക്ഷെ കോളേജിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ ആ ജീവിത നിലവാരത്തിന് ഇന്നും ഒരു മാറ്റം വന്നിട്ടില്ല. കാരണം പൊന്നാനി കോളേജിൻ്റെ തൊട്ട് പിന്നിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് അവിടെ തിങ്ങി താമസിക്കുന്നത്. അതിൻ്റെ തൊട്ട് തെക്ക് ഭാഗത്ത് നിങ്ങൾക്കൊരു നായാടി കോളനി, കേരളത്തിൽ വളരെ അപൂർവമായിട്ടുള്ള ഒരു ജനവിഭാഗമാണ്. ഊര് ചുറ്റുന്ന നായാടികൾ, ആ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ, ഒരുപാട് കർഷക തൊഴിലാളികൾ, തിരൂര് മുതൽ തെക്കോട്ടുള്ള ചാവക്കാട് മുതൽ വടക്കോട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന്, കടലോര പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ, ഇവർക്കൊക്കെ സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളാണ്.
ഇവരെക്കുറിച്ചൊക്കെ പലപ്പോഴും പരിതപിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കാറുള്ളൂ. കാരണം MES ഇന്നും സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് MESൻ്റെ സ്കോളർഷിപ്പ് തന്നെ അത് ഏറ്റവും കൂടുതൽ പരിമിതപ്പെടുത്തുന്നത് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കണം അതിന് മുൻഗണന കൊടുക്കുന്നത്. അങ്ങനെ ഇന്ന് MES കൊടുക്കുന്ന സ്കോളർഷിപ്പിൻ്റെ ഒരു 75% കൊടുക്കുന്നത് എൻജിനീയറിങ്ങിനും നേഴ്സിങ്ങിനും അതുപോലെ മെഡിസിനും പഠിക്കുന്ന കുട്ടികൾക്കാണ്. അതേസമയം കോളേജിൽ പഠിക്കുന്ന മറ്റ് കുട്ടികൾക്ക്, ഒരുപാട് കുട്ടികൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആ കുട്ടികൾക്ക് ഏറ്റവും വലിയ ഒരു താങ്ങായി തണലായി നിങ്ങളുടെ ഈ പദ്ധതി മാറട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. മൊയ്തീൻകുട്ടി സാറിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കൂടുതലായൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥികളുമായിട്ട് എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്. മൊയ്തീൻകുട്ടി സാറിൻ്റെ കുട്ടികൾ അദ്ദേഹത്തോട് കാണിക്കുന്ന ആ സ്നേഹാദരവുകളൊക്കെ കാണുമ്പോൾ, അപ്പോൾ ഞാനും ഷംസുദ്ദീൻ സാറ് വളരെ കുറച്ച് കാലമേ പൊന്നാനി കോളേജിൽ ഉണ്ടായിട്ടുള്ളൂ എങ്കിലും പൊന്നാനി കോളേജ് MES കോളേജ് കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഗണിതശാസ്ത്ര അധ്യാപകരിൽ ഒരാൾ. കാരണം അന്ന് അദ്ദേഹം ആ കോളേജിലുണ്ടായിരുന്ന കാലത്തെ കുട്ടികൾ അവരിന്നും ഷംസുദ്ദീൻ സാറിനെ വളരെയേറെ ആദരവോട് കൂടിയിട്ട് സ്നേഹത്തോട് കൂടിയിട്ടാണ് കാണുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ കുട്ടികളുമായിട്ട് വളരെയേറെ ഇടപഴകുന്ന ഒരാളായിരുന്നു. നല്ല ഒരു ഗായകനാണ് ഷംസുദ്ദീൻ സാറ്. പക്ഷേ ഞങ്ങളൊക്കെ തന്നെ, എനിക്കും ഏതാണ്ട് കുട്ടികളിൽ നിന്ന് ഇപ്പോൾ ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പലപ്പോഴും മൊയ്തീൻകുട്ടി സാർക്ക് കിട്ടിയിരുന്ന ആദരവ് കാണുമ്പോൾ ഞങ്ങളൊക്കെ കുറച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ അസൂയപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം അദ്ദേഹം കുട്ടികൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ വേറെ ഒന്നും ചോദ്യങ്ങളൊന്നുമില്ല, അടിയായിരുന്നു, നല്ല അടിയായിരുന്നു കൊടുത്തിരുന്നത്. ആ അടിയും കൊണ്ടിട്ട് ആ കുട്ടികൾ സന്തോഷത്തോടു കൂടിയിട്ടായിരുന്നു അവർ മടങ്ങിപ്പോയിരുന്നത്. ഞാൻ എന്നും ഓർക്കുന്ന, മൊയ്തീൻകുട്ടി സാറിനെ കുറിച്ച് ഓർക്കുന്ന ഏറ്റവും എൻ്റെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം അൻസാറിൽ പ്രിൻസിപ്പലായിരുന്ന കാലത്ത് എൻ്റെ ഇളയ മകള് BCom പഠിച്ചത് അൻസാർ കോളേജിലായിരുന്നു. മൊയ്തീൻകുട്ടി സാർ അന്ന് ഞങ്ങളെ കോളേജ് മാനേജിങ് കമ്മിറ്റി വൈസ് പ്രസിഡൻ്റാണ്. ഒരു മീറ്റിംഗ് നടക്കുന്ന വേളയിൽ, മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ അദ്ദേഹം എന്നെ പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. നിങ്ങൾ വാ, ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ മകള് ഇന്നെന്നെ കരയിപ്പിച്ചു. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമായി. എൻ്റെ മകള് പ്രിൻസിപ്പലെ കരയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവളെന്ത്, കാരണം കുട്ടികളൊന്നും അത്ര വലിയ ഒരു കുരുത്തക്കടൊന്നും കാണിക്കുന്ന കുട്ടികളല്ല, പിന്നെ എന്താ ഇങ്ങനെ സാറ് പറയാൻ കാരണം. അപ്പോൾ സാറ് പറഞ്ഞു, അവളിന്നൊരു പാട്ട് പാടി. ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കോളേജിൽ, ആ ഫംഗ്ഷനിൽ അവളിന്നൊരു പാട്ട് പാടി. ആ പാട്ട് കേട്ട് ഞാൻ കരഞ്ഞുപോയി. അപ്പം ഞാൻ, മൊയ്തീൻകുട്ടി സാറ് സാധാരണ ഈ പാട്ടിനെ കുറിച്ചൊന്നും അങ്ങനെ പറയാത്ത ആളാണ്. കാരണം അങ്ങനെയുള്ള ആ നിർമ്മല വികാരങ്ങളൊന്നും വല്ലാതെ മനസ്സിലില്ലാത്ത ആളാണെന്നിപ്പോൾ നിങ്ങൾക്കൊക്കെ ഏതാണ്ട് അറിയാം. ഏതായിരുന്നു സാർ ആ പാട്ട് എന്ന് ചോദിച്ചപ്പോൾ, സൂര്യനായി എങ്ങനെയാണ് തഴുകി ഉറക്കമുണർത്തും എൻ്റെ അച്ഛനെ ആണ് എനിക്കിഷ്ടം എന്നുള്ള പാട്ട് പാടിയിട്ട്, അപ്പോൾ മൊയ്തീൻകുട്ടി സാറിൻ്റെ ആ സ്വതസിദ്ധമായ ശൈലിയിൽ അത് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ, നീ എന്തിനാന്ന് മൊയ്തീൻകുട്ടി സാറിനെ കരയിച്ചത് എന്ന് ചോദിച്ചു. ഞാൻ മോളോട് ചോദിച്ചു. അപ്പോൾ അവൾ കരഞ്ഞിട്ട് പറഞ്ഞു, എന്നെ സാറ് റൂമിലേക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോളെ ആ പാട്ട് ഒന്നും കൂടി പാട് എന്ന് പറഞ്ഞ്. ഞാനത് പാടിക്കഴിഞ്ഞപ്പോൾ സാറിരുന്ന് കരയായിരുന്നു. അപ്പോൾ ഒരു അച്ഛൻ, ആ അച്ഛൻ മക്കളെ എങ്ങനെ കാണുന്നു, മക്കൾ അച്ഛനെ എങ്ങനെ കാണുന്നു, തൻ്റെ വിദ്യാർത്ഥികളെ അദ്ദേഹം എങ്ങനെ കാണുന്നു, ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് കൂടുതലൊന്നും പറയാനുള്ള വാക്കുകളില്ല. കാരണം മൊയ്തീൻകുട്ടി സാറിനെ ആ സ്നേഹം അനുഭവിച്ചവർക്ക് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇന്ന് വന്നപ്പോൾ വാസ്തവത്തിൽ എനിക്ക് ഞാനിവിടെ നിങ്ങളോടൊരു ക്ഷമാപണം ചോദിക്കുകയാണ്. കാരണം പല ആളുകളെയും കണ്ടപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ മോള് വളരെയേറെ മാറിപ്പോയി, എൻ്റെ മക്കൾ വളരെയേറെ മാറിപ്പോയിരിക്കുകയാണ്. മക്കളൊക്കെ വളരെയേറെ മാറിപ്പോയി. പലരെയും എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. കാരണം എനിക്കും മാറ്റം വന്നു, അവർക്കും മാറ്റങ്ങൾ വന്നു, നിങ്ങൾക്കും മാറ്റങ്ങൾ വന്നു. ചില ആളുകളെ
അവരെ പേര് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഈ ഓർമ്മ വന്നപ്പോൾ ഷംസുദ്ദീൻ സാറ് നേരത്തെ പറഞ്ഞുകൂടെ, ഈ അധ്യാപകൻ കുട്ടികളെ എങ്ങനെ കാണുന്നു, ആ കുട്ടികൾ അധ്യാപകരെ എങ്ങനെ കാണുന്നു. തീർച്ചയായും നമ്മൾ പഠിക്കുന്ന കാലത്ത്, നിങ്ങൾ പഠിക്കുന്ന കാലത്ത് നിങ്ങളുടെ ഒരു അധ്യാപകനെ നിങ്ങൾ കാണുന്ന ആ രൂപത്തിലല്ല ഒരു 5-8 വർഷം കഴിയുമ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാനിന്നിവിടെ വന്നപ്പോൾ ചില ആളുകളെ കണ്ടു. ഞാൻ ഈ 1-2 ആളുകളുടെ പേര് പറയുമ്പോൾ എന്താ അവരുടെ പേര് മാത്രം പറഞ്ഞതെന്നൊന്നും നിങ്ങൾ ധരിക്കണ്ട. കാരണം അതൊക്കെ ചില കോളേജിൽ ഈ കുട്ടികളൊക്കെ അധ്യാപകന്മാർ ഓർക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ, ഞാൻ ഈ കുട്ടികളോട് പറയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോളേജിലൊക്കെ പോയിട്ട് കുരുത്തക്കെട്ട് കളിക്കണമെന്നല്ല, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഈ അധ്യാപകരുടെയും കോളേജിലെ പ്രിൻസിപ്പലിൻ്റെയും ഒക്കെ ആ മനസ്സിൽ എല്ലാ കാലവും കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇപ്പം ഞാനിവിടെ രാജേഷ് പടിക്കലിനെ കണ്ടു. പെട്ടെന്ന് ഞാൻ എൻ്റെ കൂടെ എൻ്റെ സഹോദരി ഭർത്താവ് എൻ്റെ അളിയനുണ്ട്, അളിയനോട് പറഞ്ഞു, ആ നിൽക്കുന്ന വ്യക്തി ഉണ്ടല്ലോ അവൻ ആരാണെന്ന് അറിയാമോ? കോളേജിലെ ഏറ്റവും നല്ല സ്പോർട്സ്മാൻ. പക്ഷേ അതൊന്നും ആയിരുന്നില്ല അവൻ്റെ കഴിവ്. അവൻ ഒറ്റക്ക് അന്ന് ഏറ്റവും ശക്തമായിട്ടുള്ള 2 സംഘടനകൾ KSU SFI, ഈ 2 എണ്ണത്തിനെയും പുല്ല് വില എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് ഈ ഒരൊറ്റ വ്യക്തി സ്വന്തമായിട്ടൊരു സംഘടന ഉണ്ടാക്കി. ആ യൂണിയനിൽ അന്ന് ഒരുപാട് സീറ്റുകൾ പിടിച്ചെടുത്തു രാജേഷ് പടിക്കൽ. എനിക്ക് രാജേഷ് പടിക്കലിനെ മറക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ ഞാൻ കഴിഞ്ഞ തവണ അബുദാബിയിൽ വന്നപ്പോൾ ഇവർ എന്നെ വിളിച്ചുകൊണ്ടുപോയി വലിയൊരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ദുബായിലെ ഭരണാധികാരി മരിച്ചതുകൊണ്ട് ആ പരിപാടി വളരെ ചെറിയ ഒന്നാക്കി മാറ്റി. അന്ന് ഞാനത് പറയുണ്ടായി. ഞങ്ങൾ പൊന്നാനി MES കോളേജിൽ വലിയൊരു നേതാവുണ്ടായിരുന്നു. നമ്മുടെ ഇന്നിവിടെ വന്ന് ബൊക്കെ സ്വീകരിച്ച അഡ്വക്കേറ്റ് അബ്ദുറഹിമാൻ വലിയൊരു SFI പ്രവർത്തകനായിരുന്നു. ഞാനന്ന് ആരായിരുന്നു അറിയാമോ? പൊന്നാനി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു. വളരെ സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം. എന്നെ ഒരുപാട് കരയിപ്പിച്ചിട്ടുള്ള ആളാണ്. അതിനുള്ള ഒരു കാരണം, ഒരിക്കൽ എൻ്റെ വീട്ടിൻ്റെ പടിക്കൽ വന്ന് സമരം നടത്തുകയുണ്ടായി. എൻ്റെ വീട്ടിൻ്റെ പടിക്കൽ. അതിന് കാരണം എന്തായിരുന്നു അറിയാമോ? നിങ്ങളൊക്കെ ഞാനിത് പറയാനൊരു കാരണമുണ്ട്. കാരണം ഈ കുട്ടികൾക്കൊക്കെ അവർ പഠിക്കുന്ന വേളയിൽ അധ്യാപകർ അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള പ്രവർത്തകനാണെങ്കിൽ അതിന് വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ ചേരിയിലുള്ള അധ്യാപകർ എന്ത് ചെയ്താലും അവർ ചെയ്യുന്നതൊക്കെ തെറ്റാണ് എന്ന് തോന്നും. അങ്ങനെയുള്ളൊരു തോന്നൽ. അപ്പം അന്ന് അബ്ദുറഹ്മാൻ അവസാനം ആ യോഗത്തിൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിപ്പോയി. കാരണം ഇന്ന് അബ്ദുറഹ്മാൻ എൻ്റെ ബന്ധുവാണ്, എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ്, എൻ്റെ ഏറ്റവും അടുത്ത അപ്പം ഞങ്ങൾ തമ്മിൽ ഗുരുശിഷ്യ ബന്ധമല്ല, ഇപ്പം ഞങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. കാരണം ഓരോ തവണ വരുമ്പോഴും വീട്ടിൽ വരും, എന്നെ വിളിക്കും. അങ്ങനെയുള്ളത് ഞാൻ പറയാനൊരു കാരണം, ഇപ്പം ഈ കഴിഞ്ഞ ദിവസം വേറൊരാളെയും കൂടി ഇവിടെ വെച്ച് കണ്ടു, ആൻ്റണി എന്നോട് പറഞ്ഞു, സാർ ഈ പരിപാടികൾക്കൊക്കെ എന്നെ വിളിക്കാറുണ്ട്, വരാൻ സാധിക്കാറില്ല, പക്ഷെ ഇന്ന് സാറ് വരുന്നു എന്ന് കേട്ടപ്പോൾ വന്നാണ്. അപ്പോൾ ആൻ്റണി എന്നുള്ള പേര് കേട്ടപ്പോഴേക്ക് ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ മിനിഞ്ഞാന്ന് കോളേജിൽ നിൻ്റെ പേര് പറഞ്ഞിട്ടേ ഉള്ളൂ. കാരണം കോളേജിലെ ഏറ്റവും നല്ല വോളിബോൾ പ്ലെയർ ആയിരുന്നു, അന്ന് സ്റ്റേറ്റ് ടീമിൽ കളിച്ചിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും അവസാനം ഇപ്പം ഞാനൊരാളെ കണ്ടു, സാദിഖൂടെ ഉണ്ടാവും. സാദിഖ് വലിയ സംഘടനാ പ്രവർത്തകനായിരുന്നു. ഞാൻ കോളേജിലെ അധ്യാപകനല്ല, അന്ന് സെക്രട്ടറിയാണ്. കാരണം എല്ലാ സമയത്തും ഈ സംഘടനാ പ്രശ്നങ്ങളുമായി ഞാൻ പ്രിൻസിപ്പലിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പ്രിൻസിപ്പലെ ശല്യപ്പെടുത്തുക. ഇവരുടെയൊക്കെ ആ സ്നേഹം അത് ഇന്ന് കാണുമ്പോൾ അസൽ അവരൊക്കെയാണ് ഞങ്ങളൊക്കെ മനസ്സിലിങ്ങനെ. കാരണം ഇവരൊക്കെ ഒരു കാലത്ത് ഞങ്ങളൊക്കെ എത്രമാത്രം വെള്ളം കുടിപ്പിച്ചവരാണ്, എത്രമാത്രം ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചവരാണ്. ഞാനിത് പറയാൻ കാരണം, മിനിഞ്ഞാന്നൊരു തമാശ ഉണ്ടായി. കോളേജിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. തവണത്തെ കബഡി ടീം കോളേജ് MES കോളേജായിരുന്നു ജേതാക്കൾ. അവരെ അനുമോദിക്കാനുള്ള ഒരു പരിപാടിയിൽ അതിൻ്റെ മുഖ്യാതിഥിയായിട്ട് ക്ഷണിച്ചത് പൊന്നാനി മുനിസിപ്പൽ സെക്രട്ടറിയായിരുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കാനൊരു കാരണം ഉണ്ടായിരുന്നു. ഈ മുനിസിപ്പൽ സെക്രട്ടറിയെ ഞാൻ എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞു അടുത്ത സമയത്ത് അദ്ദേഹത്തിന് ഒരു ഇൻവിറ്റേഷൻ അയച്ചു. അദ്ദേഹം വന്നില്ല. അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം അദ്ദേഹത്തിന് സ്കൂളിൽ MES ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഒരു ക്ഷണക്കത്ത് അയച്ചിരുന്നു ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ. അതിനും വന്നില്ല. പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് വന്നു. ഈ കത്ത് വായിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ കയ്യക്ഷരം. അപ്പം ഞാൻ പ്രിൻസിപ്പൽക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഇദ്ദേഹത്തെ വേണം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ. അങ്ങനെ അദ്ദേഹത്തെ ക്ഷണിച്ചു. ആ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് പ്രിൻസിപ്പൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ കുറേ കുട്ടികൾ വന്നിരുന്നു,
അയാൾ ഭയങ്കര കോൺഗ്രസ്സുകാരനാണ്, എന്തിനാ അയാളെ വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് കുറേ കുട്ടികൾ വന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രിൻസിപ്പലോട് പറഞ്ഞു, ഏതായാലും അത് ഞാൻ പറഞ്ഞോളാം കുട്ടികളോട് എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ സംഭവം എന്താണെന്നറിയാമോ? ഇദ്ദേഹം തൻ്റെ നാട്ടിലെ ഏറ്റവും വലിയ CPM-ൻ്റെ പ്രവർത്തകനാണ്, എനിക്കതറിയാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ മഹിളാ ഫെഡറേഷൻ്റെ ഭാരവാഹിയാണ്. അപ്പം ഞങ്ങൾ ഇതൊന്നും ഇപ്പോൾ ഈ കോളേജിൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളൊന്നും ഒരിക്കലും ഈ വക കാര്യങ്ങൾ നോക്കാറില്ല. പക്ഷെ ഇതൊക്കെ കുട്ടികളുടെ തലയിലേക്ക്, അവരുടെ മനസ്സിലേക്ക് എത്തുന്നത് കൊല്ലങ്ങൾ കഴിഞ്ഞാണ്. പക്ഷേ അത് എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ആ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ ഒരു സവിശേഷമായിട്ടുള്ളൊരു ബന്ധം ഉടലെടുക്കാൻ അതുവഴി. കാരണം ഒരു കാലത്ത് മനസ്സുകൊണ്ട് പരസ്പരം, ഇപ്പം ഞങ്ങളേതായാലും അവരോട് ഇഷ്ടക്കേട് കാണിക്കില്ല, പക്ഷെ അവർക്ക് ഞങ്ങളോടുണ്ടാവും. കാരണം പലപ്പോഴും അവർ ഈ പിന്നെ സംഘടനാ ജീവിതമാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം, ജീവിതത്തിൽ അതിന് മാത്രമേ പ്രസക്തിയുള്ളൂ, അതിന് മാത്രമേ പ്രാധാന്യമുള്ളൂ എന്നൊക്കെ കരുതുന്ന ആളുകൾ. പക്ഷേ അത് കുറേ കഴിയുമ്പോൾ അവർ നമ്മുടെ ഏറ്റവും വലിയ അടുത്ത, മനസ്സുകൊണ്ടടുത്ത, ഹൃദയം കൊണ്ടടുത്ത ആളുകളായിട്ട് മാറുകയാണ്. അതാണ് ഞാനിതിവിടെ പരാമർശിക്കാൻ കാരണം. ഏതായാലും ഞാൻ കൂടുതലായിട്ടൊന്നും നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ചിലവൊരു കാര്യം ഞാൻ പറയാനുള്ളത്, പൊന്നാനി MES കോളേജ് വളരെയേറെ വേദനയോട് കൂടിയിട്ട് ഇന്നും ഓർക്കുന്നത്, ഇപ്പോൾ ഇവിടെ പരാമർശിക്കുകയുണ്ടായി, അമീറുദ്ദീൻ അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായി. അദ്ദേഹം ആയിരുന്നു 2001 മുതൽ 2007 വരെ കോളേജ് മാനേജിംഗ് കമ്മിറ്റിയുടെ ട്രഷറർ. 42ാമത്തെ വയസ്സിലാണ് ഒരു പെട്ടെന്ന് ഒരു പിൻവിളിക്ക് പോലും കാത്തു നിൽക്കാതെ അദ്ദേഹത്തെ മരണം തട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ പേരിൽ കോളേജിൽ ഒരു ലൈബ്രറി, ഒരു കൊമേഴ്സ് ബ്ലോക്കിന് അമീറിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. മൊയ്തീൻകുട്ടി സാറിൻ്റെ പേരിൽ അവിടെ ഒരു ബ്ലോക്കുണ്ട്, ഓൾറെഡി AV മൊയ്തീൻകുട്ടി മെമ്മോറിയൽ ബ്ലോക്കുണ്ട്. പിന്നെ അമീറിൻ്റെ പേരിൽ ഒരു പുതിയൊരു റീഡിംഗ് റൂം ഉണ്ടാക്കാൻ വേണ്ടി പൂർവ്വ വിദ്യാർത്ഥികൾ അവിടെ പരിപാടി ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണം. അതുപോലെ നമ്മുടെ കെ മുഹമ്മദ് സാഹിബ്, KM ട്രേഡേഴ്സിൻ്റെ ഉടമ, അദ്ദേഹം കോളേജിന് ചെയ്തു തന്നിട്ടുള്ള സേവനങ്ങൾ അത് ഈ അവസരത്തിൽ സ്മരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഇന്ന് അദ്ദേഹം വൈകിട്ട് നാട്ടിൽ പോകുന്നത് കൊണ്ടാണ് ഈ പരിപാടിയിൽ വരാൻ സാധിക്കാതെ വന്നത്. ഏതായാലും ഇവരൊക്കെ ഞാൻ ഓർക്കുകയാണ്. മറ്റ് കാര്യങ്ങൾ ഇന്നിവിടെ വരാൻ സാധിച്ചതിൽ വളരെയേറെ എൻ്റെ സന്തോഷം എങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞറിയിക്കുക എന്ന് പറയാൻ വയ്യ. നിങ്ങളെല്ലാവരും കാതോർത്തിരിക്കുന്ന പ്രാസംഗികൻ, ആ പ്രസംഗം, അതിനുവേണ്ടി രാധാകൃഷ്ണൻ സാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ സമയം തട്ടിയെടുക്കുന്നില്ല. മറ്റ് നിങ്ങളുടെ ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവത്തിൻ്റെ തുണയുണ്ടാവട്ടെ, നിങ്ങൾക്ക് നല്ലത് വരട്ടെ, എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.